നമസ്കാരം. 1999 ഇന്ത്യയുമായി ഒപ്പുവെച്ച ലാഹോർ കരാർ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിനെക്കുറിച്ചും പാകിസ്ഥാൻ അത് ലംഘിച്ചതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ച പർവേസ് മുഷറഫിന്റെ നീക്കം ഇന്ത്യയുമായുള്ള കരാർ ലംഘനമായിരുന്നുവെന്നും തെറ്റായിപ്പോയെന്നുമാണ് നവാസ് ഷെരീഫിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1998 പാകിസ്ഥാൻ 5 ആണവ പരീക്ഷണങ്ങൾ നടത്തി. അതിനുശേഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവിടെ വന്ന് ഞങ്ങളുമായി ഒരു കരാറുണ്ടാക്കി. എന്നാൽ ഞങ്ങൾ ആ കരാർ ലംഘിച്ചു, അത് ഞങ്ങളുടെ തെറ്റാണ് എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. 1999 ഒപ്പുവെച്ച ലാഹോർ പ്രഖ്യാപനം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നായിരുന്നു ലാഹോർ കരാർ. ലാഹോർ പ്രഖ്യാപനത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ പ്രഖ്യാപനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര ചട്ടക്കൂടായിരുന്നു. പ്രഖ്യാപനത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടുത്തിയിരുന്നു. കരാറിൽ 2 രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പുരോഗതിയും സമൃദ്ധിയും സുസ്ഥിര സമാധാനവുമൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ യോജിപ്പുള്ള ബന്ധങ്ങളുടെയും സൗഹൃദ സഹകരണത്തിന്റെയും വികസനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ സുപ്രധാന താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന ഒന്നായിരുന്നു. ജമ്മു കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും അപലപിക്കുന്നതായി ഇരു നേതാക്കളും ആവർത്തിച്ചുറപ്പിക്കുകയും ഈ ഭീഷണിയെ ചെറുക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആകസ്മികമായോ അനധികൃതമായോ ആണവായുധങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ഇന്ത്യയും പാകിസ്ഥാനും പ്രതിജ്ഞാബദ്ധമാണെന്നും സൂചിപ്പിച്ചിരുന്നു. സുരക്ഷാ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര സമ്മതത്തോടുള്ള ആത്മവിശ്വാസം വളർത്തുന്നതിനുമുള്ള നടപടികളുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു. ആണവ നിരായുധീകരണത്തിനും വ്യാപനം തടയുന്നതിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും അടിവരയിട്ടിരുന്നു. പക്ഷേ ലാഹോർ പ്രഖ്യാപനത്തിലെ പ്രതീക്ഷകൾ പെട്ടെന്ന് തന്നെ അസ്തമിച്ചു. ഉടമ്പടി ഒപ്പുവെച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർഗിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. 1999 മെയ്യിൽ ജനറൽ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ സൈന്യം ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലേക്ക് നുഴഞ്ഞു കയറി. തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനും സംഘർഷം ഒഴിവാക്കാനും ആഹ്വാനം ചെയ്ത ലാഹോർ കരാറിന്റെ ലംഘനം ഈ ആക്രമണത്തിലൂടെ ഉണ്ടായി. കാർഗിൽ യുദ്ധത്തിൽ കാര്യമായ സൈനിക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ലാഹോർ പ്രഖ്യാപനത്തിന്റെ ലംഘനം സമാധാന പ്രക്രിയയെ താളം തെറ്റിച്ചു. ഇത് ഇന്ത്യ പാക് ബന്ധത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന അവിശ്വാസവും വിദ്വേഷവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലാഹോർ കരാർ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിലേക്കുള്ള ഒരു പുതിയ പാതയുടെ അടുത്തെത്തിയ നിമിഷത്തിന്റെ തെളിവായിരുന്നു. അതിന്റെ ലംഘനം സംഘർഷത്തിലേക്കും അവിശ്വാസത്തിലേക്കും നയിച്ചെങ്കിലും അതിന്റെ ലക്ഷ്യങ്ങൾ എന്നത്തെയും പോലെ പ്രസക്തമാണ്. 2017 അന്നത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ ലാഹോർ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പാകിസ്ഥാന്റെ ഈ തുറന്നുപറച്ചിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയെന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഭീകരവാദം അഭിമാനമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാൻ അത് ഉപേക്ഷിക്കാതെ ഒരു ബന്ധത്തിനും തയ്യാറല്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദം തന്നെയാണ് ഇന്ത്യ പാക് ബന്ധം ഇത്രയും വഷളാക്കിയത്. ഭീകരവാദം ഉപേക്ഷിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പാകിസ്ഥാൻ എവിടുണ്ടോ അവിടെല്ലാം ഭീകരവാദവുമുണ്ട്. ഭീകരവാദത്തെ അഭിമാനമായി കൊണ്ടു നടക്കാനും സ്പോൺസർ ചെയ്യാനുമാണ് പാകിസ്ഥാന് എപ്പോഴും താല്പര്യം. ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം.